30 വർഷത്തെ പാരമ്പര്യമുള്ള TTM ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തര പരിചരണവുമായി TTM അസ്ലി മോംസ് ക്രാഡിൽ ഇനി പുല്ലങ്കോടും. TTM അസ്ലി മോംസ് ക്രാഡിൽ, പുല്ലങ്ങോട്, കാളികാവ്. വഴിക്കടവിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചാവാനുണ്ടായ കാരണം ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന ആഫ്രിക്കൻ പന്നിപ്പനി മൂലമെന്ന റിപ്പോർട്ട്. ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കുന്നത് ആദ്യം. ഒക്ടോബർ ആദ്യവാരത്തിലാണ് വഴിക്കടവ് പഞ്ചായത്തിലെ മരുത, മണൽപ്പാടം, നറുക്കുംപൊട്ടി തുടങ്ങിയ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കാലയളവിൽ 20ലധികം പന്നികൾ പല ഭാഗങ്ങളിലായി അസ്വാഭാവിക രീതിയിൽ ചാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട വനം വകുപ്പ് വനം വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ എസ് ശ്യാമിന്റെ നേതൃത്വത്തിൽ പന്നികളെ പോസ്റ്റ്മോർട്ടം നടത്തി ആന്തരികാവയവങ്ങൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പന്നികൾ ചാവാനുള്ള കാരണം ആഫ്രിക്കൻ പന്നിപ്പനി എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ സ്വൈൻ ഫീവർ ആണെന്നുള്ള റിപ്പോർട്ട് വന്നത്. ഈ രോഗം കാട്ടുപന്നികളിലും വളർത്തുപന്നികളിലും വേഗത്തിൽ പടർന്നു പിടിക്കുമെങ്കിലും മനുഷ്യരിലേക്ക് വ്യാപിക്കാറില്ല. ആഫ്രിക്കൻ സ്വൈൻ ഫീവർ വൈറസ് എന്ന DNA വൈറസാണ് രോഗം പരത്തുന്നത്. മനുഷ്യരിലേക്ക് അസുഖം പകരില്ലെങ്കിലും പന്നികളിൽ 100% വരെ മരണനിരക്ക് ഉയർത്തുന്ന ഗൌരവകരമായ രോഗമാണിത്. രോഗബാധിതമായ പന്നിയുടെ രക്തം, മാംസം, അവശിഷ്ടങ്ങൾ, രോഗബാധിതമായ പന്നികളുമായി നേരിട്ടുള്ള സമ്പർക്കം, മലിനമായ വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, രോഗബാധിത മാംസവും പന്നി ഉൽപ്പന്നങ്ങളിലൂടെയും രോഗം വ്യാപിക്കാം. അതേസമയം 6 മാസത്തേക്ക് അന്തർ സംസ്ഥാനങ്ങളിലേക്കും അവിടെ നിന്ന് കേരളത്തിലും പന്നികളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നിരോധിച്ചിട്ടുണ്ട്. ജില്ലയിൽ ആദ്യമായി രോഗബാധ സ്ഥിരീകരിച്ചതിനാൽ മൃഗസംരക്ഷണ വകുപ്പും വനം വകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.